ഇപ്പോൾ പോകുന്ന ആളുകളൊക്കെ അവരുടെ നല്ല കാലത്താണ് പോകുന്നതെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഇന്ന് എ കെ ബാലൻ പറഞ്ഞൊരു കാര്യം, അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണം ഭരണഘടനാപരമായി തന്നെ. ഭരണഘടനാപരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയല്ല, പാർട്ടി ഭരണഘടന അനുസരിച്ച് ഞങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവിധാനം വേണമെന്ന് സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്ന ആളുകൾക്ക് തന്നെ തോന്നുന്ന നിലയിൽ ഇതിപ്പോൾ കുറച്ച് ആളുകളെ പറിച്ചെറിഞ്ഞ് കളഞ്ഞതുപോലെ ആയോ എന്നൊരു സംശയം വരാമല്ലോ. അല്ല, ആളുകൾ വലിയൊരു പരിധിവരെ വൈകാരിക രീതിയിൽ പ്രതികരിക്കുന്നതാണെന്നുള്ള അഭിലാഷിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ, റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് പോലെ അത്ര ഒബ്ജക്റ്റീവായിട്ടൊന്നും ആളുകൾക്ക് പറ്റില്ല. ഇപ്പം എം ഇ ഗോവിന്ദ മാഷ് ആ പ്രസംഗത്തിൽ സമാപന സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള വ്യക്തികളെ ഈ സൊസൈറ്റിയിലുള്ള, ഈ ബൂർഷ്വാ സൊസൈറ്റിയിലുള്ള അത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രീയവൽക്കരിച്ച് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ്, ഉത്തരവാദിത്തമാണ് പാർട്ടി ചെയ്യുന്നത്, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. അതിനർത്ഥം 100% ആളുകളും ആ ഒരു അവസ്ഥയിലെത്തും എന്നുള്ളതല്ല. സ്വാഭാവികമാണ് നിങ്ങൾ പറയുന്ന പോലെ. സഖാവ് എ കെ ബാലന്റെ കേസ് SFI കാലം തൊട്ട് ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് പോലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കി അതിലുള്ള സങ്കടം എന്നുള്ളതല്ല. ഇത്രയും കാലം തന്നെ ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്തം മാറുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന വളരെ വളരെ പോസിറ്റീവായ ഒരു വൈകാരികതയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിപ്പം ഈ വൈകാരികത കൂടിപ്പോയിട്ടുള്ള വലിയ പ്രശ്നമുണ്ട്. അതായത് ഒരു കാലത്ത് പാർട്ടിയുടെ എല്ലാമായിരുന്ന, പാർട്ടിക്ക് ബുദ്ധി എന്താ പറയുക ഉപദേശിച്ചു കൊടുത്തിരുന്ന, എങ്ങോട്ട് നടക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില ഘട്ടങ്ങളിൽ അതിൽ നിന്ന് അവരുടെ കുഴപ്പം കൊണ്ടോ പാർട്ടിയുടെ കുഴപ്പം കൊണ്ടോ വേറെ ആരുടെയെങ്കിലും കയ്യിലിരിപ്പിന്റെ കുഴപ്പം കൊണ്ടോ പുറത്താവുന്നു. പിന്നെ ജീവിത അവസാനം വരെ ഈ പാർട്ടി ശരിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്തൊരു വൈകാരികതയുടെ, വല്ലാത്തൊരു നിരാശയുടെ, വല്ലാത്തൊരു ഫ്രസ്ട്രേഷന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന്റെ ഉദാഹരണങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. NPSN പറയുന്നത് ശരിയാണ്. ഇങ്ങനെ സങ്കടമുള്ള ആളുകളെ ശ്രദ്ധിക്കാനും നോക്കാനും ഒക്കെ ഒരു സംവിധാനം വേണം. ഞാൻ എപ്പോഴേ പറയുന്നതാണ്, അത് പാർട്ടിയിൽ നിൽക്കാം, പാർട്ടിയുടെ ആളാവാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഘട്ടത്തിൽ അതിന് പുറത്തായി പോയിട്ട് ജീവിതകാലം മുഴുവൻ സങ്കടവും കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPIM-നും ഉണ്ട്. ഡോക്ടർ ആസാദ് പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതേ അനീതി മറ്റാളുകൾക്ക് നേരെ നടന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പുറത്തുപോയ സമയത്ത് പരാതി പറയാത്ത പത്മകുമാറിനെ പോലെയുള്ള ആളുകൾ, ഡോക്ടർ ആസാദിനെ പോലെ പാർട്ടിയിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആൾ പാർട്ടിക്കാരനല്ലാതാകുമ്പം പത്മകുമാറിന് പരാതി ഉണ്ടായിരുന്നില്ല. അയാൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരാതിരിക്കുമ്പം അയാൾ അതിന്റെ സങ്കടം പ്രകടിപ്പിക്കുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷെ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നിങ്ങളൊക്കെ ഈ സങ്കടവും വൈരാഗ്യവും വെച്ചുകൊണ്ട് പാർട്ടിനെ പറഞ്ഞ് നന്നാക്കിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ പാർട്ടിയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നുമില്ല. ഇത് വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റീൻ്റെ അകത്ത് ഉൾപ്പെടാത്തതിൽ ഒരു സഖാവ്, ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ, 50 വർഷം പാരമ്പര്യമുള്ള ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ പരസ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി താൻ ചെയ്തത് ശരിയല്ല, സംഘടനാ രീതി അനുസരിച്ച് ശരിയല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇത് അനുനയമല്ല, എനിക്കെതിരെ പാർട്ടി സംഘടനാപരമായി നടപടി എടുക്കണം എന്ന് പറയുന്നു. അവിടുത്തെ ജില്ലാ സെക്രട്ടറി പറയുന്നു ഇത് സംഘടനാപരമായി പരിഹരിക്കേണ്ട പ്രശ്നമാണ്, പ്രശ്നമില്ലെന്നല്ല പറയുന്നത്. പത്മകുമാറിന് തോന്നുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്മകുമാറിന്റെ വീട്ടിൽ BJP നേതാക്കൾ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി, അവിടുത്തെ പ്രസിഡന്റ് തുടങ്ങിയവർ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയാണത്രേ. ഇപ്പോൾ CPM-ന്റെ MLA ആയിരുന്ന, CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ നേതാവായിരുന്ന ആൾ പാർട്ടി സമ്മേളനത്തിന്റെ അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങി പോകുന്നു, പിറ്റേ ദിവസം BJP-ക്കാർ വരുന്നു എന്നുള്ള നിലയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയവും മാറിയിട്ടുണ്ട്. ശ്രീ പ്രേംകുമാർ, അല്ല അത് സത്യമാണ്. ബിജെപിയുടെ ഭയങ്കരമായ സന്നാഹം വെച്ചുകൊണ്ട് അവര് സമീപിക്കാത്ത ആളുകളില്ല. എല്ലാ പാർട്ടികളിലുമുള്ള ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാവുന്ന, നിരാശ ബാധിക്കുന്ന ആളുകളെ സമീപിക്കുക എന്നുള്ളതാണ് BJPയുടെ വലിയൊരു മെത്തേഡ്. അത് CPM മൊത്തത്തിൽ ശരിയില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ആളുകൾക്കും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നതും, ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി കൊടയും കൊണ്ടുവരുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നതും, ഇതിനേക്കാൾ മെച്ചപ്പെട്ട തിയറി പറയുന്ന ആളുകൾ തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞത്, ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയ ബ്രാഞ്ചിൽ പ്രവർത്തിക്കാൻ പാർട്ടി എന്നെ അനുവദിച്ചാൽ ഞാനത് ചെയ്യുമെന്നാണ്. ഇനി നാളെ അദ്ദേഹം കോൺഗ്രസിലോ BJP-യിലോ CPI-യിലോ എവിടെ പോവുകയാണെങ്കിലും അത് അദ്ദേഹം പറയുന്നത് വരെ നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സങ്കടവും വലിയ നിരാശയുമാണത്. അത് എല്ലാ പാർട്ടികളും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.